കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയും യാചനകളും ചെവിക്കൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. കാരണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, കൂട്ടായ്മയിൽ ഒരു പ്രാർത്ഥനാ യോദ്ധാവായി നാം മാറുമ്പോൾ നന്മയുടെ ഫലങ്ങൾ ദൈവം നമുക്കായി കൊണ്ടുവരും. പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണ്. സ്നേഹമുള്ളവരെ, നാം ദൈവവുമായി ആഴമായ ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്ക് സംരക്ഷണമായി, അനുഗ്രഹമായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന ദൈവത്തിന്റെ സംരക്ഷണത്തെ കൊണ്ടുവരുന്നു. പ്രാർത്ഥന അനുഗ്രഹത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും കൊണ്ടുവരുന്നു. പ്രാർത്ഥന രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ഇഷ്ടമായ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെയും ദാനങ്ങളെയും നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നു. പ്രാർത്ഥനയാൽ തുറക്കാത്ത വാതിലുകൾ തുറക്കപ്പെടുന്നു. അടയ്ക്കേണ്ട വാതിലുകൾ ദൈവം അടയ്ക്കുന്നു. പ്രാർത്ഥന ദുഷ്ടന്റെ ആധിപത്യങ്ങളെ തകർക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം വ്യക്തമാക്കുന്നു: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ പ്രാർത്ഥനയിൽ കടന്നു വരുവാനും നമ്മുടെ ജീവിതത്തെ നയിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പറയാം: കർത്താവേ, ഞാൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴൊക്കെയും അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ യാചന അവിടുന്ന് ഇന്ന് ശ്രവിക്കണമേ. പരിശുദ്ധിയേകും പരിശുദ്ധാത്മാവേ, എന്നാത്മാവിൽ വന്നു നിറയണേ. ആമേൻ. പരിശുദ്ധി പകരും പരിശുദ്ധാത്മാവേ, ആത്മാവിൻ നിറവ് എനിക്കേകണേ. ഞാൻ പ്രാർത്ഥനയിൽ അഭിഷേകമാകും നീ, എന്നാത്മാവിലാനന്ദ വെളിച്ചം നീ. എന്നാത്മാവിലഭിഷേകമാകും നീ, എന്നാത്മാവിലാനന്ദ വെളിച്ചം നീ. പരിശുദ്ധിയേകും പരിശുദ്ധാത്മാവേ, എന്നാത്മാവിൽ വന്നു നിറയണേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്ന് എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും എന്നെ ശക്തിപ്പെടുത്തണമേ. എന്റെ പാപത്തിൽ നിന്നും ഞാൻ മോചിതയാകുവാൻ തക്കവിധം അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. അവിടുത്തെ ജ്ഞാനത്താൽ ഇന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും അവിടുന്ന് നിറച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു. ഇന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ യാചനകളെ കേൾക്കണമേ. ഓ എന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിലലിയുമ്പോഴെല്ലാം ജ്ഞാനാഗ്നിയായി നീ വന്നു. ഞാൻ അനുദിനം പാടി സ്തുതിക്കാൻ എന്നധരങ്ങളെ നീ ഉണർത്തി. ഞാൻ പാപത്തിനെതിരായി പൊരുതുമ്പോൾ നീ എന്നിൽ അനുഗ്രഹം വർഷിച്ചു. ഞാൻ പാപത്തിനെതിരായി പൊരുതുമ്പോൾ
പരിശുദ്ധിയേകും പരിശുദ്ധാത്മാവേ എന്നാത്മാവിൽ വന്നു നിറയണേ. പരിശുദ്ധാത്മാവേ, എന്റെ പ്രാർത്ഥനകളിലെ കുറവുകളെ മാറ്റി ഇന്ന് എന്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, രൂപരഹിതമായ ഞങ്ങളുടെ ജീവിതത്തെ രൂപമുള്ളതാക്കി തീർക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. ദൈവത്തോട് അനുദിനം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ അനുഗ്രഹം കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എനിക്കാത്മീയ ചൈതന്യമേകാൻ അഭിഷേകമാരിയായി വന്നു. എനിക്കാത്മീയ ആനന്ദമേകാൻ സ്നേഹത്തിനമൃതം പകർന്നു. ഞാൻ പാപത്തിനെതിരായി പൊരുതുമ്പോൾ നീ എന്നിൽ അനുഗ്രഹം വർഷിച്ചു. ഞാൻ പാപത്തിനെതിരായി പൊരുതുമ്പോൾ നീ എന്നിൽ അനുഗ്രഹം വർഷിച്ചു. എന്നാത്മാവിൽ അഭിഷേകമാകും നീ, എന്നാത്മാവിലാനന്ദ വെളിച്ചം നീ. എന്നാത്മാവിൽ അഭിഷേകമാകും നീ, എന്നാത്മാവിലാനന്ദ വെളിച്ചം നീ. പരിശുദ്ധിയേകും പരിശുദ്ധാത്മാവേ എന്നാത്മാവിൽ വന്നു നിറയണേ. പരിശുദ്ധി പകരും പരിശുദ്ധാത്മാവേ ആത്മാവിൻ നിറവ് എനിക്കേകണേ. പ്രാർത്ഥനയിൽ മുഴുകുമ്പോഴെല്ലാം കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യാചനയാൽ വീഴുമ്പോഴെല്ലാം കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. എന്നാത്മാവിൽ അഭിഷേകമാകും നീ, എന്നാത്മാവിൽ ആനന്ദ വെളിച്ചം നീ. എന്നാത്മാവിൽ അഭിഷേകമാകും നീ, എന്നാത്മാവിൽ ആനന്ദ വെളിച്ചം നീ. പരിശുദ്ധിയേകും പരിശുദ്ധാത്മാവേ എന്നാത്മാവിൽ വന്നു നിറയണേ. ഇന്ന് നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും കർത്താവായ ദൈവം സ്വീകരിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനയച്ച് നമ്മെ ഏവരെയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.